ഹൈക്കോടതി അഭിഭാഷകൻ PG മനുവിന്റെ ആത്മഹത്യയിൽ മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ ജോയ് അറസ്റ്റിൽ. മനുവിനെതിരെ പ്രചരിച്ച വീഡിയോ കഴിഞ്ഞ നവംബറിലാണ് ജോൺസൺ ചിത്രീകരിച്ചത്. ഈ വീഡിയോ ഉപയോഗിച്ച് മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നു. ഷമീർ, എപ്പോഴാണ് ജോൺ ജോയെ അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ? എന്തൊക്കെയാണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതില് ഹൈക്കോടതി അഭിഭാഷകൻ PG മനുവിന്റെ ആത്മഹത്യയിൽ പുതിയ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മനുവിനെതിരെ ചില വീഡിയോ സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. ഒരു യുവതിയുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ അദ്ദേഹം മാപ്പ് പറയുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് ഓൺലൈൻ ചാനലുകൾ വഴിയും അത് പുറത്തു വന്നിരുന്നു. പക്ഷേ ആ പീഡന പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും അത്തരം ഒരു പരാതി ലഭിക്കാത്തൊരു സാഹചര്യം, അതിന് പിന്നിലുള്ള ആൾ ആരാണ് തുടങ്ങിയ വിവരങ്ങൾ ഇറങ്ങിയ വീഡിയോ സന്ദേശം ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും മുതിർന്ന അഭിഭാഷകർക്കും PG മനു അയച്ചു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ PG മനുവിന്റെ ഫോൺ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പിറവം സ്വദേശി ജോൺസനെ പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോൺസണിൽ നിന്നുള്ള വിവരം അനുസരിച്ച് ജോൺസൺ ഭാര്യയ്ക്കും PG മനുവിന്റെ ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് ഈ മനുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമിച്ചു. പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് വഴങ്ങാതായതോടുകൂടിയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ഈ വീഡിയോ പ്രചരിപ്പിച്ചത്. ഇതിൽ കടുത്ത മാനസിക സമ്മർദ്ദം PG മനുവിന് ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ അറസ്റ്റ്. PG മനുവിന്റെ അസോസിയേറ്റിലുള്ള സീനിയർ അഭിഭാഷകൻ ആളൂരടക്കം ഇതിനോടകം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഈ ജോൺസണെതിരെ ചുമത്തണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ അറസ്റ്റിൽ നിർണായകമായ വിവരങ്ങളാണ് ജോൺസൺ പോലീസിന് മുമ്പിൽ കൊല്ലം വെസ്റ്റ് പോലീസാണ് പ്രത്യേക അന്വേഷണം രൂപീകരിച്ച് വെസ്റ്റ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി വെസ്റ്റ് പോലീസ് കൊച്ചിയിലെത്തുകയും PG മനുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൊഴി സ്വീകരിച്ച ശേഷം ഈ ജോൺസനാണ് ഇത്തരത്തിൽ ഈ വീഡിയോ പ്രചരിച്ചെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ജോൺസന്റെ മൊബൈൽ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് പിറവത്ത് നിന്നാണ് ഈ ജോൺസനെ പിടികൂടുന്നത്. പിന്നീട് ജോൺസനെ കൊല്ലത്തേക്ക് എത്തിച്ച് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരം നിർണായകമായ വിവരങ്ങൾ ഈ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. അതില്ല, അഭിഭാഷകൻ മനുവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് ഷമീർ.